മാറ്റി ബിയറാക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. ബിയറോ? ആ എന്തേ? ഒന്നുമില്ല. അതെ, ഇത് മുഴുവനോ കുടിച്ചോട്ടെ. രാവിലെ മുതൽ ഒരേ ഇരിപ്പല്ലേ, ഒന്നും കഴിച്ചിട്ടില്ല. കുടിച്ചോ. താങ്ക് യു. എൻ്റെ അമ്മേ, ആ ഓർണമെന്റ്സും ഡ്രസ്സും അയച്ചപ്പോ തന്നെ പകുതി സമാധാനായി. അപ്പൊ താലിമാലയോ? അഴിച്ചു വെച്ചു. അതൊന്നും കൂടി കിട്ടിയ പോരെ? മതി, അത് മതി. വയ്യെങ്കിൽ കിടന്നോട്ടോ, കുഴപ്പമില്ല. എന്നാ ഞാൻ ഉറങ്ങട്ടെ? കിടന്നു. അല്ല, ഈ ആദ്യ രാത്രി എന്നെ കിടത്തി ഉറക്കി ബാലുവേട്ട എവിടെ പോവാ? ഞാനെവിടെ പോവാൻ? ഞാനിവിടെ തന്നെ ഉണ്ട്. എന്നെ ഇങ്ങോട്ട് വാ. ബാലുവേട്ടാ, നമ്മുടെ അറേഞ്ച് മാരേജ് ആണെങ്കിൽ കൂടിയേ എനിക്കെന്തോ നമ്മുടെ ലവ് മാരേജ് പോലെ ഫീൽ ചെയ്യണേ. ശരിയല്ലേ? എനിക്കങ്ങനെ വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല. പക്ഷെ ആഫ്റ്റർ മാരേജ് ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് പോകണം, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ പിന്നാലെ കുറച്ച് ചുള്ളന്മാരെ പ്രേമിച്ച് നടന്നിട്ടുണ്ട്. 3-4 ഞാൻ അങ്ങോട്ടും പ്രേമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ബാലേട്ടന്റെ പ്രപ്പോസൽ വന്നത്. ഗവൺമെന്റ് ജോലിയാണ്, ഒറ്റ മോനാണ്, വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. അല്ല, അപ്പൊ ഗവൺമെന്റ് ജോലി അല്ലായിരുന്നെങ്കിൽ ഓക്കെ അല്ലായിരുന്നോ? ഒരിക്കലും ഇല്ല. ഇന്നത്തെ കാലത്ത് നല്ലൊരു ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഗവൺമെന്റ് ജോലി ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പൊ ഫുൾ പ്ലാനിങ് ആണല്ലേ? അതെ. കല്യാണം കഴിഞ്ഞ ശേഷം അടിച്ചു പൊളിച്ച് ജീവിക്കണം, എനിക്കത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ജീവിച്ചിട്ട് എന്താക്കാനോ? ക്യാഷ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നാലെ വന്നോളൂ. അതെ, വളരെ ശരിയാണ്. ബാലോട്ടാ, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണേ? തുടങ്ങാലോ. വൈറ്റ് കപ്പിൾസ്, അടിപൊളിയല്ലേ? സൂപ്പറാ. ബാലോട്ട വെർജിൻ ആണോ? വെർജിൻ ആണോന്ന്? ഞാൻ വെർജിനാ. ഞാൻ വെർജിനല്ല. നീ ഇതെന്നോട് പറഞ്ഞു, വേറെ ആരോടും പറയണ്ട കേട്ടോ. ഹേയ് ചിൽ ബ്രോ. ബ്രോയോ? അല്ല, ബാലേട്ടാ. ബാലേട്ടൻ. അതെ ബാലേട്ടാ, നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിട്ടോ പിള്ളേരൊക്കെ. 2 വർഷമോ? എന്നെ കൂട്ടണോ? അതല്ല, അത് പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ മോനാണ്, വേറെ ആരും ഇല്ല എന്നൊക്കെ. അപ്പോൾ ഈ കല്യാണം ഫിക്സ് ആയപ്പോ മുതല് അമ്മ തമാശക്കാണേലും ഒരു കാര്യം പറയാറുണ്ട്. എന്താ? നിന്റെ കെട്ട് കഴിഞ്ഞിട്ട് ഒരു കുട്ടീനെ തന്നെന്നൊക്കെ. അത് അച്ഛനോട് ട്രൈ ചെയ്യാൻ പറയ്, ആളുപിളിയല്ലേ. അതെ ബാലേട്ടാ, തമാശക്ക് പറഞ്ഞതാ, കുഞ്ഞിന്റെ കാര്യല്ലേ, നമുക്ക് സെറ്റാക്കാ. അപ്പോ ഇനി എന്താ പരിപാടി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കാര്യമൊക്കെ പിന്നെ പറയാം, കിടക്കവിടെ. കാര്യം പിന്നെ പറയാം. ഈ ബാലേട്ടന് നാണം. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ടാ. ഗീതു, എഴുന്നേക്ക്. മാറവിടുന്ന്. ആ മാരി സാധനം എടുത്ത് മാറ്റോ? ഗീതു, ഞാൻ പറയാൻ വരുമായിരുന്നു.
എന്നെ എന്റെ വീട്ടുകാരെ പറഞ്ഞ് പറ്റിക്കില്ലായിരുന്നു താൻ. എടോ ഞാനത് ഇതെടുത്ത് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കണ്ടിട്ട് ഭ്രാന്താവുണ്ട്. പിന്നൊരു കാര്യം, എന്നെ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് ആക്കണം. ബാക്കിയൊക്കെ നാളെ രാവിലെ സംസാരിക്കാം. ഗീതു പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് 10-22 വയസ്സ് മുതൽ എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങിയതാണ്. പല പെൺപിള്ളേരോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. പക്ഷെ ഈ മുടി കുറേ പെണ്ണ് കണ്ടു, പക്ഷെ അവർക്കാർക്കും എന്നെ ഇഷ്ടമായില്ല. കാരണം ഈ കഷണ്ടിയാണ്. ഒരു വിഗ് വെച്ച് തുടങ്ങിയപ്പോഴാണ് പലപ്പോഴും എനിക്ക് നല്ല ആലോചനകളൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ തന്റെ കാര്യം. എടോ, ഏതൊരു പെണ്ണിനും വിവാഹത്തെ കുറിച്ച് കുറെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മുടിയല്ലേ, അത് എപ്പോഴെങ്കിലും കൊഴിഞ്ഞു പോകാലോ. പലർക്കും ഇതൊരു നാണക്കേടാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതൊക്കെ താൻ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? എനിക്കൊക്കെ വട്ട പിടിക്കുന്നുണ്ട്. എടോ, നല്ല ലൈഫൊക്കെ ഞാനും ആഗ്രഹിച്ചതാ. പക്ഷെ ഈ മുടി അതിനൊരു തടസ്സമായപ്പോ. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടു പറ്റൂല. ഗീതു പ്ലീസ്, തനിക്ക് എല്ലാ രീതിയിലും കംഫർട്ടായിട്ടുള്ളൊരു ഹസ്ബൻഡായിരിക്കും ഞാൻ. കംഫർട്ടോ? താനോ? എടാ, തനിക്ക് ഇതിനെ കുറിച്ച് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ എന്താ, നിന്നെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ? താനെന്റെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചോണ്ടാ ഞാൻ. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ലൈഫിൽ താൻ കാരണം ഇല്ലാണ്ടായില്ലേ? ലൈഫിൽ എല്ലാതും നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ആളാ ഞാൻ. ആഫ്റ്റർ മാരേജ് താനുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനിത് ബ്രേക്കപ്പ് തന്നെ ചെയ്യും. ഇതിപ്പോ കുറച്ച് നേരത്തെയായി, അത്രേ ഉള്ളൂ. ഇത് നിന്നെ പിടിച്ച കയ്യിൽ വെച്ചേക്കുന്നേ. ഇതുപോലത്തെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഫാസിലിറ്റി എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അത്രയും എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടന്ന ആളാണ് ഞാൻ. ഇതിപ്പോ ഞാനൊരു ജോക്കറായി മാറിയില്ല ഇവിടെ. ഗീതു മതി. ഈ ദാമ്പത്യ ജീവിതത്തിൽ കഷണ്ടിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കല്യാണം കഴിഞ്ഞല്ലുള്ളൂ. ഗീതുവിന് എന്തുവേണേലും തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാൻ ഒന്നുമില്ല. ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ.